എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 38ാമത്തെ സർഗത്തിൽ 9 മുതൽ 14 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. സഗരൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസം. സഗരൻ അയോധ്യാധിപതി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് 2 ഭാര്യമാർ, സുമതിയും കേശിനിയും. പക്ഷേ അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ തപസ് ചെയ്തിട്ട് ഭൃഗു മഹർഷി അവർക്ക് അനുഗ്രഹം കൊടുക്കുകയാണ്. 2 പേർക്കും മക്കളൊക്കെ ഉണ്ടാവും. അതിലൊരാൾക്ക് 1 മകനും മറ്റാൾക്ക് 60,000 മക്കളുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി അത് ആർക്കൊക്കെയാണെന്നുള്ളതൊക്കെയാണ് അടുത്തതായിട്ട് പറയണത്. നമുക്ക് 9ാമത്തെ ശ്ലോകം നോക്കാം. ഭാഷമാണം മഹാത്മാനം രാജപുത്ര്യോ പ്രസാദ്യതം ഊജതുഃ പരമപ്രീതേ കൃതാഞ്ജലിപുടേ തദാ. 10 കൂടി ചൊല്ലാം. ഏകഃ കസ്യാസുതോ ബ്രഹ്മൻ കാ ബഹൂൻ ജനയിഷ്യതി ശ്രോതുമിച്ഛാവഹേ ബ്രഹ്മൻ സത്യമസ്തു വചസ്തവ. ഭാഷമാണം മഹാത്മാനം രാജപുത്രേവു പ്രസാദ്യ തം ഭാഷമാണം. അതായത് ഇങ്ങനെ അനുഗ്രഹമൊക്കെ കൊടുത്ത് ഈ സഗരനോടും ഭാര്യമാരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനായ ഭൃഗു മഹർഷിയെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ട്, അതായത് നമസ്കരിച്ച് വണങ്ങി ഒക്കെ നിന്നിട്ട് അദ്ദേഹത്തിനോട് ഇവർ ചോദിക്കുകയാണ്. ഊചതു എന്ന് പറഞ്ഞാൽ ഇവർ 2 പേരും ഉവാച ഊചതു ഊചു ദ്വിവചനാണ്. സുമതിയും കേശിനിയും ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കണതെന്നുള്ളത് അടുത്ത വരിയിലാണ് പറയണത്. ഇവർ കൃതാഞ്ജലി പുടേ പരമപ്രീതേ തഥാ ഊചതു. 2 കൈകളും കൂപ്പിപ്പിടിച്ച് വളരെ സന്തോഷവതികളായിട്ട് പുത്രന്മാരുണ്ടാവുമെന്നുള്ളതിൻ്റെ സന്തോഷത്തോടു കൂടിയിട്ട് അവർ 2 പേരും ഇപ്രകാരം പറഞ്ഞു. അതായത് ഭൃഗു മഹർഷിയോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഏകഃ കസ്യാഹ സുതോ ബ്രഹ്മൻ അല്ലയോ ബ്രഹ്മർഷേ, ഏകഃ കസ്യാഹ സുതഃ, ഒരു പുത്രൻ ആർക്കാണ് ഉണ്ടാവുക? ഞങ്ങൾ 2 പേരുണ്ടല്ലോ, അതിൽ ആർക്കാണ് ഒരു പുത്രൻ മാത്രമായിട്ടുണ്ടാവുക? കാ ബഹൂൻ ജനയിഷ്യതി, ആരൊരുവളാണ് 60,000 മക്കളെ കൂടുതൽ, ബഹൂൻ എന്ന് വെച്ചാൽ ധാരാളം മക്കളുടെ അമ്മയാവണത് ആരാണ്, ഒരു മകനെ പ്രസവിക്കണത് ആരാണ് എന്ന് ചോദിക്കുകയാണ്. ശ്രോതും ഇച്ഛാവഹേ ബ്രഹ്മൻ സത്യമസ്തു വചസ്തവ, ഞങ്ങളത് കേൾക്കാൻ താല്പര്യപ്പെടുന്നു. ശ്രോതും ഇച്ഛാവഹേ, അങ്ങയുടെ വാക്കുകൾ ഒരിക്കലും നുണയാവാറില്ലല്ലോ, അത് സത്യമായിട്ട് ഭവിക്കുമല്ലോ. അതുകൊണ്ട് പറയണം, ആരാണ് ഒരു മകനെ പ്രസവിക്കുക, ആരാണ് ധാരാളം മക്കളെ, അനവധി മക്കൾ, അതായത് 60,000 മക്കളുടെ അമ്മയായിട്ട് വരുന്നത് ആരാണ് എന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയാണ്. അതാണ് 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. അതിനുശേഷം 11ാമത്തെ ശ്ലോകം നോക്കാം. തയോസ്തദ്വചനം ശ്രുത്വാ ഭൃഗുഃ പരമധാർമ്മിക ഉവാച പരമാം വാണീം സ്വച്ഛന്തോത്ര വിധീയതാം. തയോഃ തദ്വചനം ശ്രുത്വാ പരമധാർമ്മികഃ ഭൃഗുഃ. ആ 2 പേരുടെയും കേശിനിയുടെയും സുമതിയുടെയും വാക്കുകൾ കേട്ടിട്ട് പരമധാർമ്മികനായിട്ടുള്ള മഹർഷിയായിട്ടുള്ള ആ ഭൃഗു പരമാം വാണീം ഉവാച, പരമമായിട്ടുള്ള വാണിയെ, അതായത് ഏറ്റവും അനുഗ്രഹമായിട്ടുള്ള വാക്കുകൾ പറയാണ്. എന്താ പറഞ്ഞത്? അത്ര സ്വച്ഛന്തഃ വിധീയതാം, അത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്വീകരിച്ചോളൂ. ഞാൻ പറഞ്ഞത് നിങ്ങളിൽ ഒരാൾ ഒരു മകനെ പ്രസവിക്കും, മറ്റേ ആൾ 60,000 മക്കളെ പ്രസവിക്കും എന്നാണ്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങളിൽ ആർക്കാണ് ഒരു മകൻ ഉണ്ടാവുക, ആർക്കാണ് കൂടുതൽ മക്കളുണ്ടാവുക? അതായത് ആ തിരഞ്ഞെടുക്കാൻ, അതായത് ഒരു ചോയ്സ് കൊടുക്കുന്നത് അവർക്ക് തന്നെയാണ്. സ്വച്ഛന്തം എന്ന് പറഞ്ഞാൽ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ 2 പേരും തന്നെ അത് തിരഞ്ഞെടുത്തോളൂ, ആർക്കാണ് ഒരു മകൻ വേണ്ടത്, ആർക്കാണ് അധികം പേര് വേണ്ടത് എന്ന് സ്വന്തം വിധി തന്നെയാണ്, അവരവരാണ് തീരുമാനിക്കേണ്ടത്. അതുപോലെ ഈ മക്കൾ എങ്ങനെയാവും എന്നുള്ളതാണ് 12ാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഏകോ വംശകരോ വാസ്തു ബഹവോ വാ മഹാബലാഃ കീർത്തിമന്തോ മഹോത്സാഹാഃ കാവാ കംവരമിച്ഛതി. ഏകഃ വംശകരഃ, ഈ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾക്ക് ഒരു മകൻ, മറ്റൊരാൾക്ക് 60,000 മക്കൾ. അതിൽ ആ ഒരാൾ വംശകരനായിരിക്കും. വംശകരൻ എന്ന് പറഞ്ഞാൽ വംശത്തിന് കീർത്തി ഉണ്ടാക്കുന്നവൻ, വംശത്തിന് പേര് കൽപ്പിക്കുന്നവൻ, ആ വംശം ഉണ്ടാക്കുന്നത് അവനായിരിക്കും. അതാണ് വംശകരഃ. വംശം കരോതീതി വംശകരഃ, വംശത്തിന് പേര് കേൾക്കുന്നത് ആ മകൻ വഴിയാവും. ഇനി
അത് ഒരു ആളുടെ കാര്യമാണ്. ഇനി മറ്റാളുടെ കാര്യമാണെങ്കിലോ, ബഹവഹ ബലാഹ വാ. ബഹു അതായത് ബഹൂൻ ജനൈഷ്യതി എന്ന് പറഞ്ഞല്ലോ, കുറേ മക്കളുണ്ടാവും എന്ന് പറഞ്ഞാൽ ആ കുറേ മക്കളുണ്ടല്ലോ, ബഹവഹ അവർ ആ 60,000 പേരും മഹാബലശാലികളാവും, ശക്തിമാന്മാരായിരിക്കും. മാത്രമല്ല അവരും എന്ത് കേൾപ്പിക്കും? കീർത്തിമന്തഹ, അവരും സൽപ്പേര് കേൾപ്പിക്കും, അവരും കീർത്തിമാന്മാർ തന്നെയായിരിക്കും, മഹോത്സാഹന്മാരായിരിക്കും. ഒരിക്കലും ഒരു ദിക്കിൽ വെറുതെ ഇരിക്കുന്നവരല്ല, എപ്പോഴും പണിയെടുക്കുന്നവർ, സകല കാര്യങ്ങളിലും ഏർപ്പെടുന്നവർ, അങ്ങനെ രാജ്യത്തിന് പ്രയോജനം ചെയ്യുന്നവരായിരിക്കും 2 മക്കളും. അതായത് 2 അമ്മയ്ക്ക് ജനിക്കുന്ന മക്കളും. ആരെയാണ് പ്രസവിക്കണതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ. കാവാ കം വരം, ആർക്ക് ഏത് വരം വേണം എന്നുള്ളത് ഇച്ഛതീതി വദതു. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞോളൂ ആർക്ക് ഏത് വരമാണ് വേണ്ടത്, ആരാണ് ഒരു മകനെ പ്രസവിക്കുന്നത്, ആരാണ് 60,000 മക്കളെ പ്രസവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. 2 കൂട്ടരും മോശക്കാരല്ല, 60,000 പേര് ബലശാലികളും കൂടിയായിരിക്കും, കീർത്തിമാന്മാർ തന്നെയാണ് എല്ലാവരും. അങ്ങനെ ചോദിച്ചപ്പോൾ ഈ ഭാര്യമാരെന്താ പറഞ്ഞത് എന്നുള്ളതാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറയണത്. മുനേസ്തു വചനം ശ്രുത്വാ കേശിനീ രഘുനന്ദന പുത്രം വംശകരം രാമ ജഗ്രാഹ നൃപസന്നിധൗ. ഹേ രഘുനന്ദന, അല്ലയോ ശ്രീരാമ, വിശ്വാമിത്രനാണല്ലോ കഥ പറയണത്, ശ്രീരാമൻ കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമനെ വിളിച്ചിട്ട് പറയാണ്, മുനേഹേ വചനം ശ്രുത്വ, മുനിയുടെ ആ വാക്കുകൾ കേട്ടിട്ട്, മുനി ഇങ്ങനെ അനുഗ്രഹ ആശിസ്സുകൾ ചൊരിഞ്ഞപ്പോൾ ആ വാക്കുകൾ കേട്ടിട്ട്, നൃപസന്നിധൗ, രാജാവ് നിൽക്കെ തന്നെ, അതായത് ഭർത്താവിൻ്റെ മുമ്പിൽ വച്ചിട്ട്, കേശിനി എന്നു പേരുള്ള പത്നി, കേശിനി എന്താ ചെയ്തത്? പുത്രം വംശകരം ജഗ്രാഹ, വംശത്തിന് കീർത്തികരനാകുന്ന ഒരൊറ്റ പുത്രനെ, പുത്രം എന്ന് പറഞ്ഞാൽ ഏകവചനാണ്, പുത്രനെ, ഒരു പുത്രൻ, ആ പുത്രനെ കേശിനിയാണ് ആഗ്രഹിച്ചത്, ആവശ്യപ്പെട്ടത്. അപ്പോൾ ഭൃഗുവിനോട് പറയാണ്, എനിക്ക് ഒരു പുത്രൻ മതി എന്ന് കേശിനി രാജാവിൻ്റെ മുമ്പിൽ വെച്ച് പറഞ്ഞു. അടുത്തത് അപ്പോൾ സ്വാഭാവികമായിട്ട് 60,000 മക്കൾ സുമതിക്കാവൂലോ, അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ഷഷ്ടിം പുത്രസഹസ്രാണി സുവർണ ഭഗിനീ തഥാ മഹോത്സാഹാൻ കീർത്തിമതോ ജഗ്രാഹ സുമതിസുതാൻ. സുമതി എന്നു പേരുള്ള ഭാര്യയാകട്ടെ അരിഷ്ടനേമിയുടെ പുത്രിയാണ് എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു വിശേഷണം കൂടി കൊടുക്കുന്നുണ്ട്, സുവർണ ഭഗിനി എന്ന്. സുവർണൻ എന്ന് പറഞ്ഞാൽ ഗരുഡനാണ്, ഗരുഡൻ്റെ സഹോദരിയാണ്. അപ്പോൾ അരിഷ്ടനേമി എന്ന് പറയുമ്പോൾ കാശ്യപ പ്രജാപതിയാണോ എന്നുള്ളത് സംശയം വരുന്നുണ്ട്. ഏതായാലും സുപർണൻ്റെ ഭഗിനിയായിട്ടുള്ള സുമതി, അല്ലയോ ശ്രീരാമ, ഷഷ്ടിം പുത്രസഹസ്രാണി ജഗ്രാഹ, ഷഷ്ടിം 60, പുത്രസഹസ്രം എന്ന് പറഞ്ഞാൽ ഷഷ്ടി, സഹസ്രം 60,000, 60,000 പുത്രന്മാരെ. അവരെങ്ങനെയുള്ളവരായിരുന്നു? മഹോത്സാഹാൻ കീർത്തിമതഃ, നല്ല ഉത്സാഹമുള്ളവരും കീർത്തിമാന്മാരുമായിട്ടുള്ള 60,000 പുത്രന്മാരെ സുമതി ജഗ്രാഹ, സുമതി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 2 പേർക്കും മക്കളായി. കേശിനിക്ക് വംശകരനായിട്ടുള്ള ഒരു മകനും സുമതിക്ക് 60,000 പുത്രന്മാരും കിട്ടി. അനുഗ്രഹം വാങ്ങുകയാണ്. അതിനുശേഷം അവർ കൊട്ടാരത്തിലേക്ക് പോണ കഥകളൊക്കെ നമുക്ക് അടുത്ത ദിവസത്തെ ശ്ലോകത്തിൽ പഠിക്കാം. ഓരോ സന്ദർഭങ്ങൾ നിർത്തി പോവുകയാണ്, അതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത്. നമുക്ക് ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ഭാഷമാണം മഹാത്മാനം രാജപുത്ര്യൗ പ്രസാദ്യതം ഊജതുഃ പരമപ്രീതേ കൃതാഞ്ജലിപുടേ തദാ ഏകഃ കസ്യാസുതോ ബ്രഹ്മൻ കാ ബഹൂൻ ജനയിഷ്യതി ശ്രോതുമിച്ഛാവഹേ ബ്രഹ്മൻ സത്യമസ്തു വചസ്തവ. തയോസ്തദ്വചനം ശ്രുത്വാ ഭൃഗുഃ പരമധാർമ്മികഃ ഉവാച പരമാം വാണീം സ്വച്ഛന്തോത്ര വിധീയതാം. ഏകോ വംശകരോ വാസ്തു ബഹവോ വാ മഹാബലാഃ കീർത്തിമന്തോ മഹോത്സാഹാഃ കാവാ കം വരമിച്ഛതി. മുനേസ്തു വചനം ശ്രുത്വാ കേശിനീ രഘുനന്ദന പുത്രം വംശകരം രാമ ജഗ്രാഹ നൃപസന്നിധൗ. ഷഷ്ടിം പുത്രസഹസ്രാണി സുവർണഭഗിനീ തദാ മഹോത്സാഹാൻ കീർത്തിമതോ ജഗ്രാഹ സുമതിസുതാൻ. ഇന്നു ചൊല്ലിയ ശ്ലോകങ്ങളിലൊക്കെ പല പദങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ട്. ബ്രഹ്മൻ എന്നുള്ള വാക്ക്
ഏക കസ്യ സുതോ ബ്രഹ്മൻ ശ്രോതും ഇച്ഛാവഹേ ബ്രഹ്മൻ എന്നുള്ളത്. അതുപോലെ സുതാൻ മഹോത്സാഹാൻ കീർത്തിമതോ ജഗ്രാഹ സുമതി സുതാൻ എന്നിവിടെ പറയുന്നുണ്ട്. അതിൻ്റെ തൊട്ടു മുകളിലുള്ള വരിയിൽ ഷഷ്ടിയും പുത്ര സഹസ്രാണി എന്നും പറയുന്നുണ്ട്. അപ്പോൾ പദങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ കൂടുതലായിട്ട് അർത്ഥം പറയാനുണ്ടാവില്ല, എന്നാലും നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ശ്രീരാമനോട് വിശ്വാമിത്രൻ പറയാണ് ഭൃഗു മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് 60,001 പുത്രന്മാരെ സഗരന് ലഭിച്ചു എന്നുള്ളതാണ് പറയണത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.